ഹലോ ഗായ്സ്, നമുക്കിത് പടം വരച്ചാലോ? പടം വരയ്ക്കുന്നതിന് മുന്നേ ഒരു വെറൈറ്റി പടം ആയിക്കോട്ടെ അല്ലേ? ഇതേപോലെ ഒരു വലിയ ഒരു റെക്റ്റാങ്കിൾ വരച്ചതിന് ശേഷം ഇവിടുത്തെ കാണിച്ചു തരാം. ഇവിടെ ഇപ്പം 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ ഇത്രയും 2 സെൻറ്റിമീറ്റർ, ഇവിടെ ഇത്രയും 2 സെൻറ്റിമീറ്റർ, ഇവിടുന്ന് ഇങ്ങനെ 2 സെൻറ്റിമീറ്റർ, അങ്ങനെ ഫുള്ള് സ്ക്വയേഴ്സ് ആ റെക്റ്റാങ്കിൾ കൊല്ലണം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ബുക്ക് ചരച്ച് വെച്ച് ഞാൻ കാണിച്ചു തരാം. എന്നിപ്പം ഇതൊരു സ്ക്വയറാണ്. ആ സ്ക്വയറിൽ മുകൾ ഭാഗം വേണ്ടതായി ഇങ്ങനെ വരച്ചാൽ മതി. ഈ അറ്റത്തു നിന്ന് തുടങ്ങിയാൽ ഈ അറ്റത്ത് അവസാനിക്കണം. അത്രേ ഉള്ളൂ റൂള്. അങ്ങനെ ഇങ്ങനെ കുറച്ച് ഹാഫ് സർക്കിൾ ഇങ്ങനെ വരച്ചെടുക്കണം. സർക്കിളല്ലത് എന്തോ ഒരു ഷേപ്പ്. അത് വേണ്ട ഇതേ ഇങ്ങനെ വരയ്ക്കണം. കണ്ടോ? അതേപോലെ അതിൻ്റെ ഇപ്പുറത്തും വരയ്ക്കണം. ഇത് എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി ശില്പ എന്ന് പറയുന്ന കൂട്ടുകാരി പറഞ്ഞു തന്ന ഒരു ഐഡിയയാണ്. ഈ രണ്ടാമത്തെ കോളത്തിൽ ഇത് ഇച്ചിരി വലുതായിപ്പോയി. എന്നിട്ട് അതിൻ്റെ മണ്ടക്കത്തെയും ഇതേപോലെ ചെയ്യണം. അപ്പം നമുക്കൊരു ചിത്രം കിട്ടും. കണ്ടില്ലേ? അപ്പം ഇതൊരു ഫ്ലവറായി. അപ്പം നമുക്ക് ഇപ്പുറത്തും അങ്ങനെ വരയ്ക്കാം. അങ്ങനെ ഇത് അങ്ങനെ ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ അടി. ഈ ആട്ടിന് എന്തോ പറയുമായിരുന്നു, ബട്ട് എനിക്ക് അതിൻ്റെ പേര് ഓർമ്മയില്ല ഗൈസ്. അപ്പം നമുക്ക് ഇപ്പുറത്തെ പൂവെല്ലാം വരച്ചെടുക്കാം. ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് വെച്ച് എൻ്റെ ഇങ്ക് തീർന്നു ഗൈസ്. അപ്പം എന്നെ ചതിച്ചല്ലോ ഈശ്വര. നമുക്ക് ഈ സ്കെച്ച് വെച്ചൊന്ന് ചെയ്യാം. എന്തായാലും കുളമായി. എന്നാലും ഇങ്ങനെ ഈ പെണ്ണെന്നെ ചതിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഞാൻ പകുതി ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. എന്നാലും ഞാനിത് അപ്ലോഡ് ചെയ്തു കേട്ടോ ഗൈസ്. ഞാനിത് ചെയ്യും എന്ന് ഈ പെണ്ണിനോട് ഞാൻ പറഞ്ഞു. പെണ്ണോടല്ല, വെറുതെ ഇരുന്നൊക്കെ പറയണം ഇതൊക്കെ. പെണ്ണെന്തായാലും എന്നെ ചതിച്ച്. പിന്നെ എൻ്റെ കൂട്ടുകാരിയുടെ പേര് ശില്പ എന്നാണ്. അവൾക്കും ഒരു
യൂട്യൂബ് ചാനലുണ്ട്. അവിടെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്തോ ലിറ്റിൽ ക്ലൗഡ് എന്നാണ്. ലിറ്റിൽ ക്ലൗഡ്, നമ്മുടെ ഡ്രീം ക്ലൗഡ്. ആഹാ, ഡ്രീം ക്ലൗഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ ക്യാച്ച് ചെയ്യുക എന്നതാണ്. പിന്നെ ഈ വീഡിയോ കാണുന്നവരോട് ഞാനൊരു കാര്യം പറയുക, നിങ്ങൾക്ക് വലുതാകുമ്പോൾ എന്താവണം അതൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് വലുതാകുമ്പം എനിക്ക് എയർ ഹോസ്റ്റർ ആകണം. നമുക്കിങ്ങനെ പറന്ന് നടക്കാം, പറന്ന് നടക്കാം. എനിക്കെന്താ സ്കെച്ച് പേന വെച്ച് കാലം ചെയ്യുന്നത് സ്കെച്ച് വെച്ച് ചെയ്യുന്നതാണ് എന്ന് തോന്നുന്നു. എനിക്കെന്തോ ഇഷ്ടപ്പെട്ട ഗൈസ്. പേനേക്കാളും നമ്മൾ നല്ലോണം സ്കെച്ച് വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. സ്കെച്ചാകുമ്പോൾ നല്ല കളറുണ്ട്. പിന്നെ ഈ മെഷർമെൻ്റ് എടുക്കുമ്പോൾ പെൻസിലിനായിരുന്നു എടുക്കേണ്ടത്. ഇതൊരു സ്ക്വയർ ആണെന്ന് ഇങ്ങനെ മനസ്സിലാവും പേന വെച്ച് വരയ്ക്കുമ്പം. നിങ്ങൾ പെൻസിലിന് വരയ്ക്കാൻ എനിക്ക് പെട്ടെന്ന് എടുത്തപ്പം പെൻസിൽ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പേനയ്ക്കാണ് ഇതൊക്കെ അളവൊക്കെ എടുത്തതും. ഞാൻ സ്കെയിലൊന്നും ഇല്ലാതാണ് അളവെടുത്തത്. ചില ആൾക്കാർക്ക് എല്ലാം കറക്റ്റായിട്ട് കിട്ടും, ചില ആൾക്കാർക്ക് എന്നെ കണക്ക് തെറ്റിപ്പോവും. എനിക്ക് ഏതോ ഒരു ബോക്സ് ദാണ്ട് ഇവിടം കുറച്ച് വലുതായിപ്പോയി. ഇതുള്ളു, അതുവരെ എല്ലാം കറക്റ്റായിരുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ഇതുവരെ ഞാൻ ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് മണ്ടയ്ക്കോട്ടും കൂടെ വരയ്ക്കാം. വെറും ഒരു 15 വേണ്ട, 15 കൊണ്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ തീർക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ആർട്ട്. ബട്ട് നമുക്ക് നല്ല ശ്രദ്ധയും നല്ല ക്ഷമയും വേണം. ഞാനിപ്പോൾ ദാണ്ട് ഇവിടെയൊക്കെ എത്തിയപ്പോൾ 2 വെച്ച് വരയ്ക്കുകയാണ്. ഇതിൻ്റെ കളർ മാറി തുടങ്ങിയല്ലോ ഈശ്വര. മീൻസ് തീരാറായോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഞാൻ ഇങ്ങനെ ഇടയ്ക്കുന്നൊക്കെയാണ് കേട്ടോ വരയ്ക്കുന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേൻ്റെ നാരായണക്കൽ തന്നെ അടിഞ്ഞു. അയ്യോ, ക്യാമറ വീണതാണ്. സോറി, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ, ക്യാമറ വീണതാണ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ആർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ക്യാമറ ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇല്ലേ, നല്ല രസമില്ലേ? ഇവിടെ ഇങ്ങനെ പേന വെച്ചിട്ട് ഇവിടെ മുതൽ ഇങ്ങനെ ആയിപ്പോയി. നല്ലല്ലേ ഗായ്സ്? ഒരു 10 മിനിറ്റ് എടുത്താൽ മതി ചെയ്യാം. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ചെയ്യണേ. നിങ്ങളുടെ ഒക്കെ വലുതാകുമ്പോൾ ആരാണ് നിങ്ങൾ പറയണേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവർ ഇത് നല്ല ഫ്ലവർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവർ ഇതാണ് ഗൈസ്. ഈ ഇവിടുത്തെ ഒരു പെറ്റർ ഞാൻ വരച്ചിട്ടില്ല. നമ്മളങ്ങനെ ഒന്നും പിന്നത്തേക്ക് വേണ്ടി വെച്ചിരിക്കരുത്, എല്ലാം ഇപ്പോൾ തന്നെ ക്ലിയർ ആക്കണം. അപ്പം എങ്ങനെയുണ്ട്? ലൈക്ക് ആൻഡ് സപ്പോർട്ട്.